1, Unit 3. The name of the unit is Developed, Developing, and Underdeveloped. As per its name shows, this chapter discusses three areas like developed country, developing country, and underdeveloped country. Our question is, what do you understand by categorization related to development? So many people have categorized the world countries according to the type of development that those countries achieved. We will look into that now through this essay. ഒത്തിരി ആൾക്കാർ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് ഈ ലോകരാജ്യങ്ങളെ പലതായി തിരിച്ചിട്ടുണ്ട്. ചിലർ പറഞ്ഞിരിക്കുന്നു ഫസ്റ്റ് വേൾഡ് ഓർഡർ കൺട്രീസ്, സെക്കൻഡ് ഓർഡർ കൺട്രീസ്, തേർഡ് വേൾഡ് ഓർഡർ കൺട്രീസ്. ചില ആൾക്കാർ വേറെ റിച്ച് കൺട്രീസ്, മിഡിൽ ഇൻകം കൺട്രീസ്, പുവർ കൺട്രീസ്, ഇങ്ങനെ പല രീതിയിലുള്ള കാറ്റഗറൈസേഷൻ നടത്തിയിട്ടുണ്ട്. ഡെവലപ്മെന്റ് ഈസ് എ കോൺസെപ്റ്റ് ദാറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഡിഫൈൻ. ഡെവലപ്മെന്റ് ഡിഫൈൻ ചെയ്യാൻ പോയാൽ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇറ്റ് ഈസ് ഇന്നോവേറ്റബിൾ ദാറ്റ് ഇറ്റ് വിൽ ഓൾസോ ബി ചാലഞ്ചിങ് ടു കൺസ്ട്രക്ട് ഡെവലപ്മെന്റ് ടാക്സോണമി. ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു പേര് വിവര ശാസ്ത്രം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാവും. ഡെവലപ്മെന്റ് studies as an area of research have their origins in the aftermath of the World War II. ഈ അടുത്ത കാലത്ത് 1945 ശേഷം, രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം മാത്രമാണ് ഡെവലപ്മെന്റിനെ കുറിച്ച് ഗൗരവമായ പഠനങ്ങൾ നടന്നിട്ടുള്ളത്. ദിസ് ഡെവലപ്മെന്റ് സ്റ്റഡീസ് were happened with the reconstruction war ravaged countries. ഈ ഡെവലപ്മെന്റ് സ്റ്റഡീസ് സംഭവിച്ചത് എവിടെയാണ്? യുദ്ധം തകർത്ത് തരിപ്പണമാക്കിയ രാജ്യങ്ങളുടെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട്. ദി ഒറിജിൻ ഓഫ് ഡെവലപ്മെന്റ് ആസ് ആൻ ഐഡിയോളജി ക്യാൻ ബി ട്രേസ്ഡ് ടു ദി ഇറ ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ ഇൻ ദ 19th century. ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള ആ ഐഡിയോളജി തന്നെ നമുക്ക് പുറകോട്ട് ചെന്നാൽ കണ്ടെത്താൻ കഴിയുന്നത് ഇൻഡസ്ട്രിയലൈസേഷന്റെയും അതുപോലെ തന്നെ 19th centuryയിലെ ആ കാലഘട്ടത്തിലാണ് എന്ന് പറയാൻ സാധിക്കും. 1800 മുതൽ 1900 വരെയുള്ള കാലഘട്ടമാണ് 19th century. സോ ആദ്യമായിട്ട് ഡെവലപ്മെന്റ് എന്നുള്ള ഐഡിയോളജി തന്നെ വരുന്നത് അപ്പോഴാണ്. പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ തിങ്കേഴ്സ് ആസ് മാക്സ് വെബർ, കാൾ മാർക്സ്, എമിൽ ദർഖീം ഓഫേർഡ് ഡിഫറെന്റ് പെർസ്പെക്റ്റീവ്സ് on the common observation that society was changing from traditional form to modern form. സമൂഹം പരമ്പരാഗത സമൂഹത്തിൽ നിന്ന്, അതായത് ട്രഡീഷണൽ ഫോമിലുള്ള സൊസൈറ്റിയിൽ നിന്ന് മോഡേൺ ഫോമിലുള്ള സൊസൈറ്റിയിലേക്ക് മാറുവാണ് എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. അത് സോഷ്യോളജിസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മാക്സ് വെബർ ആണ് സോഷ്യോളജിസ്റ്റ്. കാൾ മാർക്സിനെ പോലുള്ള എക്കണോമിസ്റ്റുകളും സോഷ്യോളജിസ്റ്റുകളുമായിട്ടുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്. എമിൽ ദർഖീം മറ്റൊരു സോഷ്യോളജിസ്റ്റാണ്. ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള പെർസ്പെക്റ്റീവ്സ്. എന്തായാലും സൊസൈറ്റി സ്റ്റാറ്റിക് അല്ല, അനങ്ങാതിരിക്കുന്ന ഒന്നല്ല, അത് ഡൈനാമിക് ആണ്, എവർ ചേഞ്ചിങ് ആണ്. ഡൈനാമിക്കിന്റെ മീനിങ് എവർ ചേഞ്ചിങ്. അതുകൊണ്ട് ട്രഡീഷണൽ ഫോമിലെ സൊസൈറ്റിയിൽ നിന്ന് മോഡേൺ ഫോമിലെ സൊസൈറ്റിയിലേക്ക് അത് മാറിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. Let us break down the ideas of Max Weber, Karl Marx and Emil Durkheim. മാക്സ് വെബറുടെ, കാൾ മാർക്സിന്റെ, എമിൽ ദർഖീമിന്റെ ഈ ഐഡിയാസ്, അതായത് സൊസൈറ്റി ചേഞ്ച് ചെയ്യും പഴയ രൂപത്തിൽ നിന്ന് പുതിയ രൂപത്തിലേക്ക്. അതായത് ഇതിനെ പറയുന്ന, ഈ മാറ്റത്തിനെ പറയുന്ന വാക്കെന്താണ്? ട്രാൻസിഷൻ. എവിടെ നിന്ന് എങ്ങോട്ടുള്ള ട്രാൻസിഷൻ ആണ്? അതായത് അത് ട്രഡീഷണലിൽ നിന്ന് മോഡേണിലേക്കാണ് ആ ചേഞ്ച് വരുന്നത്. മോഡേൺ സൊസൈറ്റി ആവാ എന്നുള്ളതാണ് നമ്മുടെ പുതിയ ഒരു കോൺസെപ്റ്റ്. ഈ മോഡേൺ സൊസൈറ്റി ആവണമെങ്കിൽ ഡെവലപ്മെന്റ് വേണം. So society was changing from traditional forms to modern forms. Traditional society എന്താണ്? Marked by authority based on supervision, fatalism or emotions. നോക്കൂ, സൂപ്പർസ്റ്റിഷൻസ് ഉണ്ടായിരുന്നു, അന്ധവിശ്വാസങ്ങളുള്ള സമൂഹമായിരുന്നു ട്രഡീഷണൽ സൊസൈറ്റി. അതിന്റെ അല്ലെ വികാരപരമായിട്ടാണ് കാര്യങ്ങളെ സമീപിച്ചത്. അതുപോലെ തന്നെ ക്യാരക്ടറൈസ്ഡ് ബൈ സ്ട്രോങ് എംഫസിസ് ഓൺ ബിലീഫ്സ് ആൻഡ് പ്രാക്ടീസസ്. അതുപോലെ തന്നെ വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കൊക്കെ വലിയ എംഫസൈസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അത് ജനറേഷൻസിലൂടെ അത് പാസ് ഡൗൺ ചെയ്യുകയും ചെയ്തു. അതാണ് ട്രഡീഷൻ. മോഡേൺ സൊസൈറ്റിയുടെ പ്രത്യേകത എന്താണ്? മോഡേൺ സൊസൈറ്റി ഈസ് ഡോമിനേറ്റഡ് ബൈ ദി ആപ്ലിക്കേഷൻ ഓഫ് റീസൺ. അതാണ് മോഡേൺ സൊസൈറ്റി എന്ന് പറയുന്നത്. യുക്തിഭദ്രമായ ശാസ്ത്രീയമായ കാര്യങ്ങൾ, ചിന്തകൾ അവർ അപ്ലൈ ചെയ്തുകൊണ്ട് പോകുന്ന ആൾക്കാരാണ്. മോഡേൺ സൊസൈറ്റി എന്തിനാണ് എംഫസൈസ് ചെയ്യുന്നത്? മോഡേൺ സൊസൈറ്റി എംഫസൈസസ് എഫിഷ്യൻസി. ആൻഡ് എഫിഷ്യൻസിക്കാണ് മോഡേൺ സൊസൈറ്റി
പ്രാധാന്യം കൊടുക്കുന്നത്. ഒപ്പം തന്നെ സയന്റിഫിക് എക്സ്പ്ലനേഷൻ ഓഫ് ദ വേൾഡ്, ലോകത്തെ ശാസ്ത്രീയമായി നോക്കിക്കാണാനാണ് മോഡേൺ സൊസൈറ്റി ശ്രമിക്കുന്നത്. മാക്സ് വെബറിനെ പോലെ, കാൾ മാർക്സിനെ പോലെ, എമിൽ ദർഖ്യേവിനെ പോലുള്ള ആൾക്കാർ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അവരുടെ അഭിപ്രായം. മാർക്സ് വെബർ പറഞ്ഞത് എന്താണ്? ഹി ബിലീവ്ഡ് ദാറ്റ് മോഡേൺ സൊസൈറ്റി വുഡ് ബി ക്യാരക്ടറൈസ്ഡ് ബൈ ബ്യൂറോക്രസി ആൻഡ് റാഷണലൈസേഷൻ. മോഡേൺ സൊസൈറ്റി ഉദ്യോഗസ്ഥന്മാർ ഭരിക്കുന്ന ഒരു ലോകമായിരിക്കും, യുക്തിഭദ്രമായ ശാസ്ത്രീയമായ ചിന്തകളാൽ നയിക്കുന്ന ലോകമായിരിക്കും, മാക്സ് വെബർ പറഞ്ഞു. അതുപോലെ തന്നെ ഈ ആർഗ്യൂഡ് ദാറ്റ് ദിസ് വുഡ് ലീഡ് ടു ഇൻക്രീസ്ഡ് എഫിഷ്യൻസി. പക്ഷേ എഫിഷ്യൻസി കൂടും, പക്ഷേ മനുഷ്യത്വപരമായ കാര്യങ്ങൾ തീർച്ചയായും കുറയും. അതിനെ ഡീഹ്യൂമനൈസേഷൻ എന്നാ പറയാം, മനുഷ്യന്റെ ആ നിലവാരം ഇടിയും. കാൾ മാർക്സ് പറഞ്ഞു മോഡേൺ സൊസൈറ്റി ഇക്കണോമിക് ആസ്പെക്ട്സ് ആണ് കൂടുതൽ പ്രാധാന്യം ഫോക്കസ് ചെയ്യാൻ പോകുന്നത്, പ്രത്യേകിച്ചും ക്യാപിറ്റലിസത്തിന്റെ റൈസിന്റെ കാലഘട്ടത്തിൽ, ക്യാപിറ്റലിസം ഉയർന്നു വന്ന കാലഘട്ടത്തിൽ. കാൾ മാർക്സ് വേറൊരു കാര്യം വിശ്വസിച്ചു, പക്ഷേ ഇവിടെ വർഗസമരം നടക്കും, ക്ലാസ് സ്ട്രഗിൾ നടക്കും. ആരൊക്കെ തമ്മില്? ബൂർഷ്വാസിയും അതുപോലെ തന്നെ അതായത് റിച്ച് പീപ്പിളും പ്രൊലറ്ററേറ്റ് അഥവാ പോർ പീപ്പിളും തമ്മില്. അങ്ങനെ അവസാനം മോഡേൺ സൊസൈറ്റി ഷെയ്പ്പ് ചെയ്യപ്പെടുമായിരിക്കും. എം എൽ ദർഖീം പറഞ്ഞു സോഷ്യൽ സോളിഡാരിറ്റി, കൊഹഷൻ മോഡേൺ സൊസൈറ്റിയിൽ ഉണ്ടാവും, സമൂഹത്തിന് കെട്ടുറപ്പ് കൂടും, മോഡേൺ സൊസൈറ്റിയിൽ ഒരു ഐക്യബോധം ഉണ്ടാകും, കൊഹഷൻ ഉണ്ടാകും. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു മോഡേൺ സൊസൈറ്റിക്ക് ന്യൂ ഫോംസ് ഓഫ് സോഷ്യൽ ഓർഗനൈസേഷനും മൊറാലിറ്റിയും ഒക്കെ ഉണ്ടാക്കിയെടുത്തേ മതിയാവൂ, എങ്കിലാണ് സോഷ്യൽ ഓർഡർ ഉണ്ടാവുള്ളൂ. ഇന്നലെ വരെയുള്ള ട്രഡീഷണൽ സൊസൈറ്റിയിലെ സോഷ്യൽ ഓർഗനൈസേഷൻ മോഡേൺ സൊസൈറ്റിക്ക് പറ്റില്ല. ട്രഡീഷണൽ ഫോമിലുള്ള സോളിഡാരിറ്റിക്കുള്ള മൊറാലിറ്റി മാർഗങ്ങള്, ധാർമ്മിക ചിന്തകള് പറ്റില്ല. പുതിയ ഒരു ധാർമ്മിക ചിന്ത ഉണ്ടാക്കിയെടുത്തേ മതിയാവൂ. ദീസ് തിങ്കേഴ്സ് ഓഫേർഡ് ഡിസ്റ്റിങ്ക്റ്റ് പെർസ്പെക്റ്റീവ്സ് ഓൺ ട്രാൻസിഷൻ ടു മോഡേൺ സൊസൈറ്റി. മോഡേൺ സൊസൈറ്റിയിലേക്കുള്ള ട്രാൻസിഷന് വ്യത്യസ്തമായ ചിന്തകളാണ് ഈ കാൾ മാർക്സ് ആണെങ്കിലും എം എൽ ദർഖീം ആണെങ്കിലും അല്ല മാക്സ് വെബർ ആണെങ്കിലും ഒക്കെ നൽകിയത്. ദി ലെഗസി ഓഫ് ദീസ് തിങ്കേഴ്സ് ഈസ് വൈഡ്ലി അക്നോളജ്ഡ് ആസ് ദ ഒറിജിൻ ഓഫ് ഡെവലപ്മെന്റ് തിയറി. ഈ ചിന്തകന്മാരുടെ ചിന്തകളുടെയും അറിവിന്റെയും ഒക്കെ ആ പാരമ്പര്യം, ആ പൈതൃകം, അതാണ് ഇന്നത്തെ മോഡേൺ ഡെവലപ്മെന്റ് തിയറിയുടെ ആ അടിസ്ഥാന ശില, ബേസിക് സ്ട്രക്ചർ, ബേസിക് ഫൗണ്ടേഷൻ. അതായത് മോഡേണൈസേഷൻ തിയറിയിലേക്ക് എവിടെ നിന്നും? ആ പഴയ ട്രഡീഷണൽ സൊസൈറ്റിയിൽ നിന്ന് മോഡേൺ സൊസൈറ്റിയിലേക്കുള്ള മാറ്റം. സോ ഇതൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞിട്ട് നമ്മുടെ ടോപ്പിക് ഇതൊന്നുമല്ല, ഡെവലപ്മെന്റ് എന്നുള്ള കോൺസെപ്റ്റിലാണ് നമ്മൾ പറയുന്നത്. ഡെവലപ്മെന്റിന്റെ ബേസിസിൽ ലോകരാജ്യങ്ങളെ ഫസ്റ്റ് വേൾഡ്, സെക്കൻഡ് വേൾഡ്, തേർഡ് വേൾഡ് എന്നിങ്ങനെ കാറ്റഗറൈസ് ചെയ്യുന്ന കാര്യമാണ്. UN ഡെവലപ്മെന്റ് റിപ്പോർട്ട് 1978 പോലും ഇത്തരം കാര്യങ്ങൾ ലോകത്തിലെ രാജ്യങ്ങളെ റിച്ച് കൺട്രീസ്, മിഡിൽ ഇൻകം കൺട്രീസ്, പോർ കൺട്രീസ് എന്നിങ്ങനെ തരംതിരിക്കുന്നുണ്ട് അല്ലെ. അതേക്കുറിച്ച് കൂടി നോക്കാം. എന്തായിട്ട് ഇനി നമുക്ക് അടുത്ത ഡീറ്റെയിൽ ആയിട്ടുള്ള ഭാഗമാണ്. എസ്സേയുടെ ഫസ്റ്റ് പാർട്ട് ഇത്രയും നന്നായിട്ട് പഠിക്കുക. ഈ എന്താണ് ഡെവലപ്മെന്റ്, എന്താണ് മോഡേൺ, എന്താണ് ട്രഡീഷനിൽ നിന്ന് മോഡേണിലേക്കുള്ള ചേഞ്ച്, ട്രാൻസിഷൻ, അതുപോലെ തന്നെ അത്തരം കാര്യങ്ങൾ പഠിച്ചിട്ട് തുടർന്ന് അങ്ങോട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ചിന്തകന്മാരുടെ കാര്യം പറയുക, അവർ മറക്കാതെ പറയുക. മാക്സ് വെബർ, അതുപോലെ തന്നെ എം എൽ ദർഖീം, കാൾ മാർക്സ്, ഇവരൊക്കെ പറഞ്ഞ അഭിപ്രായം എന്തായാലും ട്രഡീഷണൽ സൊസൈറ്റിയിൽ നിന്ന് മോഡേൺ സൊസൈറ്റിയിലേക്ക് ലോകം ചേഞ്ച് ചെയ്യും, മാറും. അപ്പോൾ പഴയ വേൾഡ് ഓർഡർ മാറും, പുതിയ കുറെ സോഷ്യൽ റൂൾസും പുതിയ കുറെ മൊറാലിറ്റിയും ഒക്കെ കണ്ടെത്തേണ്ടി വരും ലോകത്തിന് എന്നൊക്കെ പറഞ്ഞു. ഇനി ഫർദർ വി ലുക്ക് ഇൻ ടു ദ ഹിസ്റ്ററി ഓഫ് ദിസ് കോൺസെപ്റ്റ്. ഈ കോൺസെപ്റ്റിന്റെ ചരിത്രം പരിശോധിക്കാം. വി വിൽ ഫൈൻഡ് ദാറ്റ് ദ റിക്കവറി ഓഫ് വേരിയസ് കൺട്രീസ് ആഫ്റ്റർ വേൾഡ് വാർ ടു. വേൾഡ് വാർ ടു കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ രാജ്യങ്ങൾ അവരുടെ നഷ്ടങ്ങളും തകർച്ചകളും ഒക്കെ തിരിച്ചു പിടിക്കാനായിട്ട്, റിക്കവർ ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ആൻഡ് ഡീകോളനൈസിങ് പ്രോസസ്സ്. അപ്പോൾ തന്നെ ചില രാജ്യങ്ങളൊക്കെ എന്ത് ചെയ്തു? കോളനികളായിരുന്ന രാജ്യങ്ങളൊക്കെ അവരുടെ അടക്കി ഭരിച്ചിരുന്ന രാജ്യങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യം നേടാനായിട്ട് ഉള്ള ശ്രമങ്ങളും തുടങ്ങി. ആ ഡീകോളനൈസിങ് പ്രോസസ്സ്, ഈ രണ്ട് കാര്യങ്ങളും പുതിയൊരു ഡെവലപ്മെന്റ് പോളിസിയുടെ ഒരു ഫൗണ്ടേഷൻ അതായിരുന്നു എന്ന് പറയാം. സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം. അപ്പോൾ വേൾഡ് വാർ ഉണ്ടായത് നന്നായി. വേൾഡ് വാർ ഉണ്ടായതുകൊണ്ട് പല സമ്പന്നരായ ശക്തരായ രാജ്യങ്ങളും യുദ്ധത്തിന് വേണ്ടി റിസോഴ്സസ് ചെലവാക്കി. അതിനുശേഷം അവർ തകർന്നു പോയി. അവർക്ക് ഇനി കോളനികളെ അടക്കി ഭരിച്ചുകൊണ്ട് നടക്കാനുള്ള ശേഷിയൊന്നും ഇല്ലാതായി. അതിനു പകരം അവർ കോളനികൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തു. ഇങ്ങനെ പുതുതായി സ്വാതന്ത്ര്യം പ്രാപിച്ച രാജ്യങ്ങൾ പുരോഗതി വല്ലാതെ ശക്തമായി ആഗ്രഹിച്ചു എന്നുള്ളതാണ്. ഈ പുരോഗതിക്ക് വേണ്ടിയുള്ള അവരുടെ ആഗ്രഹമാണ് വാസ്തവത്തിൽ ഡീകോളനൈസിങ് പ്രോസസ്സ്. കോളനികളെ വിമുക്തമാക്കി, അവരെ സ്വതന്ത്രമാക്കി, അവര് എന്ത് ചെയ്യുന്നു? സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിക്കുന്ന ആ പ്രോസസ്സ് ഉണ്ടല്ലോ, അതാണ് ഇന്നത്തെ ഡെവലപ്മെന്റ് പോളിസിയുടെ ഫൗണ്ടേഷനായി തീർന്നത്. അങ്ങനെയാണ് എല്ലാവർക്കും വികസനം വേണം, വികസനം വേണം, ഡെവലപ്മെന്റ് വേണം, ഡെവലപ്മെന്റ് വേണം എന്ന് ചിന്തിക്കാൻ തുടങ്ങിയത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ എസ്സേയുടെ
മെയിൻ ആയിട്ടുള്ള ഹാർട്ട് ലാൻഡ് അല്ലെങ്കിൽ ആ ഹൃദയഭാഗം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദി കോൺസെപ്ച്വലൈസേഷൻ, ഈ സങ്കല്പം, ദിസ് കോൺസെപ്ച്വലൈസേഷൻ സ്ട്രെങ്തൻഡ്, ഈ സങ്കല്പം ശക്തിപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. ദിസ് കോൺസെപ്ച്വലൈസേഷൻ സ്ട്രെങ്തൻഡ് ഫർദർ, പിന്നെയും ശക്തിപ്പെട്ടു. എങ്ങനെ? വിത്ത് ദ ഫോക്കസ് ഓൺ ദ അഡ്രസ്സിംഗ് ഓഫ് മേജർ സോഷ്യൽ പ്രോബ്ലംസ് ഓഫ് പോവർട്ടി, അൺഎംപ്ലോയ്മെന്റ് ആൻഡ് അല്ലെ സോഷ്യൽ എക്സ്ക്ലൂഷൻ, ദാരിദ്ര്യം, അതുപോലെ തന്നെ ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, സമൂഹത്തിലെ ഒറ്റപ്പെടുത്തൽ, ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്തപ്പോൾ എന്ത് ചെയ്തു? ചില രാജ്യങ്ങൾ വേറെ ചില രാജ്യങ്ങളെ ഒറ്റപ്പെടുത്തുന്നു, ചില രാജ്യങ്ങൾ ദരിദ്രമായി നിൽക്കുന്നു, ചില രാജ്യങ്ങളിലെ ആളുകൾക്ക് തൊഴിലില്ലാത്തതുകൊണ്ട് അവർക്ക് പണിയെടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും അവർക്ക് ജീവിത കാര്യങ്ങൾ തടസ്സപ്പെടുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ചേർന്ന് വന്നപ്പോൾ ഈ ഡെവലപ്മെന്റ് പോളിസിക്ക് പുതിയ ഐഡിയ കൊണ്ടുവരേണ്ടി വന്നു. 1995 ഐക്യരാഷ്ട്ര സഭയുടെ ന്റെ ഒരു സോഷ്യൽ ഡെവലപ്മെന്റിനെ സംബന്ധിച്ചുള്ള ഒരു വലിയ മീറ്റിംഗ് നടന്നു. സമ്മിറ്റ്, വലിയ മീറ്റിങ്ങിനെ സമ്മിറ്റ് എന്ന് പറയാം. സോ വെബ്സ്റ്റർ 1990 ഈ ഒരു കാര്യം ആർഗ്യൂ ചെയ്തു. അതാണ് നമ്മൾ അടുത്ത. എന്താണ് അദ്ദേഹത്തിന്റെ വെബ്സ്റ്ററുടെ ആർഗ്യുമെന്റ് എന്നറിയാമോ? ഹി ആർഗ്യൂഡ് ദാറ്റ് അണ്ടർസ്റ്റാൻഡിംഗ് ദ ഡെവലപ്മെന്റ് റിലേറ്റഡ് പ്രോബ്ലംസ്, അദ്ദേഹം 5 കാര്യങ്ങൾ ആണ് പ്രധാനമായിട്ട് പറയുന്നത്. ഒന്ന്, അദ്ദേഹം പറഞ്ഞ പോയിന്റ് ഇതാണ്: ഡെവലപ്മെന്റ് പ്രോബ്ലംസ് മനസ്സിലാക്കണമെങ്കിൽ വി നീഡ് ടു എക്സാമിൻ ദ പ്ലേസ് ഓഫ് പുവർ കൺട്രീസ് ഗ്ലോബലി ഇൻ ടേംസ് ഓഫ് ദർ സോഷ്യൽ ആൻഡ് എക്കണോമിക് റിലേഷൻഷിപ്പ് വിത്ത് ഈച്ച് അതർ. ലോകം മുഴുവനുള്ള ദരിദ്ര രാജ്യങ്ങളുടെ അവസ്ഥ, നമ്മൾ അവരുടെ സാമൂഹികവും സാമ്പത്തികമായ പരസ്പര ബന്ധങ്ങള്, ഇതിനൊക്കെ മാറി നിന്ന് പഠിക്കണം, അനലൈസ് ചെയ്യണം, വിശകലനം ചെയ്യണം എന്ന് അദ്ദേഹം പറഞ്ഞു. വെബ്സ്റ്റർ പറഞ്ഞു. രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് എന്താ പറയുക? സെക്കൻഡ്ലി, ഇറ്റ് ഈസ് ദ പ്രൈം കൺസിഡറേഷൻ ടു സ്റ്റഡി ദ പർട്ടിക്കുലർ ഫീച്ചേഴ്സ് ഓഫ് ദി പർട്ടിക്കുലർ സൊസൈറ്റീസ് ആൻഡ് ഡെവലപ്മെന്റ് ഓൺ ഇറ്റ്. അതായത് ഓരോ സൊസൈറ്റിനെയും വേറെ വേറെ എടുത്ത് പഠിക്കണം, അല്ലാതെ ലോകത്തിന് ആകമാനം ഒറ്റ പഠനം പോരാ. ഓരോരുത്തരെ പഠിക്കാനും ഒരു പ്രത്യേക സമൂഹത്തെ പഠിക്കാൻ ചില ആ സമൂഹത്തിൻ്റെതായ പ്രത്യേകതകളുണ്ട്, ഫീച്ചേഴ്സ് ഉണ്ട്, അത് വെച്ചിട്ട് പഠിക്കണം. ആ രാജ്യത്ത് ഡെവലപ്മെന്റ് എന്ത് ഇഫക്റ്റ് ആണ് ഉണ്ടാക്കിയേക്കണതെന്ന്. ഒരു രാജ്യത്ത് പണപരമായ ഉയർച്ചയായിരിക്കാം, വേറൊരു രാജ്യത്ത് ഇന്റലക്ച്വൽ ആയ അവേക്കനിങ് ആയിരിക്കാം, വേറൊരു രാജ്യത്ത് ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള അവേക്കനിങ് ആയിരിക്കാം. സോ ഡെവലപ്മെന്റ് ഓരോ രാജ്യത്ത് ഓരോ തരത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ചില രാജ്യത്ത് ജനങ്ങളുടെ സോഷ്യൽ തിങ്കിങ്ങും സൂപ്പർസ്റ്റിഷൻസ് ഇല്ലായ്മയും അതുപോലെ തന്നെ ജനങ്ങളുടെ എഡ്യൂക്കേഷൻ ലെവലും ജനങ്ങളുടെ മൊറാലിറ്റി ഒക്കെ നല്ലതായിട്ട് ഉയർന്നിട്ടുണ്ടാവും. സോ ഡെവലപ്മെന്റിന് പല ഐഡിയാസ് ഉണ്ട്, പണപരമായ വർധനവ് മാത്രമല്ല. അപ്പൊ രണ്ടാമതായിട്ട് നമ്മളത് മനസ്സിലാക്കണം, എന്ത് തരത്തിലുള്ള ചേഞ്ച് ആണ് അവിടെ ഉണ്ടാക്കിയത്. 3, one also needs to analyze interactional outcomes of the cultural and economic process with regard to social development. സോഷ്യൽ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ഇന്ററാക്ഷൻ കൊണ്ട് എന്ത് തരത്തിലുള്ള കൾച്ചറൽ പ്രോഗ്രസ് ആണ്, എക്കണോമിക് പ്രോഗ്രസ് ആണ് സോഷ്യൽ ഡെവലപ്മെന്റ് ഏരിയയിൽ ഇവിടെയൊക്കെ ഉണ്ടാക്കിയേക്കുന്നത്, അതും നമ്മൾ പഠിക്കണം. ഡെവലപ്മെന്റിനെ അനലൈസ് ചെയ്ത് പോകുമ്പോൾ അങ്ങനെയൊക്കെ, അതായത് പല രാജ്യങ്ങളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ട് ചെയ്യുമല്ലോ. ആ ഇന്ററാക്ട് ചെയ്യുമ്പോൾ അവർക്ക് അവരുടെ കൾച്ചറിലൊക്കെ കുറച്ച് ചേഞ്ച് ഉണ്ടാകും. അവരുടെ എക്കണോമിക് പ്രോസസ്സുകളിലും സാമ്പത്തികപരമായ വളർച്ചയിലും കുറച്ചൊക്കെ ചേഞ്ച് ഉണ്ടാകും. ഇത് സമൂഹത്തിൽ ആ നാട്ടിലെ ജനങ്ങളുടെ സമൂഹത്തിലും ജീവിത രീതിയിലും സംസാരത്തിലും അവരുടെ കാഴ്ചപ്പാടുകളിലും ഒക്കെ എന്ത് ചേഞ്ച് ആണ് ഉണ്ടാക്കി വെക്കണമെന്നും നമ്മൾ അനലൈസ് ചെയ്യണം. സോഷ്യൽ ഡെവലപ്മെന്റ് ഇപ്പോൾ കൾച്ചറൽ ഡെവലപ്മെന്റും എക്കണോമിക് ഡെവലപ്മെന്റ് രണ്ടും ചേർന്നാൽ മാത്രമാണ് നടക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഹിസ്റ്റോറിക്കൽ പാസ്റ്റ്, അതുപോലെ തന്നെ ആ രാജ്യങ്ങളുടെ ചരിത്രപരമായ ഭൂതകാലത്തെ കുറിച്ച് പഠിക്കണം. എന്തിനാണെന്ന് അറിയാമോ? അതായത് ആ രാജ്യങ്ങളുടെ ഹിസ്റ്റോറിക്കൽ പാസ്റ്റ് പഠിക്കണം. 5 കാര്യങ്ങൾ ഇദ്ദേഹം പറഞ്ഞേക്കണത്, വെബ്സ്റ്ററുടെ ആർഗ്യുമെന്റ് എങ്ങനെയാണ്? കാരണം ഏതെങ്കിലും ഒരു സമ്പന്ന രാജ്യത്തിന്റെ, ഒരു ക്യാപിറ്റലിസ്റ്റ് കൺട്രിയുടെ, ഇമ്പീരിയലിസ്റ്റ് കൺട്രിയുടെ കോളനി ആയിട്ട് കഴിഞ്ഞ ഒരു ചരിത്രമുണ്ട് ഈ രാജ്യത്തിന് എങ്കിൽ അത് തീർച്ചയായിട്ടും രക്ഷപ്പെടാൻ ഇത്തിരി സ്ലോ ആയിരിക്കും. പൊളിറ്റിക്കൽ ഡിസിഷൻസ് അവിടെ എന്തൊക്കെ നടന്നിട്ടുണ്ട്, ഗവൺമെന്റുകൾ പലതരത്തിലുള്ള പ്ലാനുകളും ഒക്കെ നടപ്പിലാക്കാൻ ശ്രമിച്ചപ്പോൾ ആ പൊളിറ്റിക്കൽ ഡിസിഷൻസും പലപ്പോഴും അവരെ മുന്നോട്ടോ പിന്നോട്ടോ കൊണ്ടുപോകുന്നതിന്, വികസനത്തിലേക്കോ അല്ലെങ്കിൽ വികസനമില്ലായ്മയിലേക്കോ കൊണ്ടുപോകുന്നതിന് കാരണമായേക്കാം. സോ പണ്ട് കാലത്തുള്ള ചരിത്ര പശ്ചാത്തലങ്ങളും പിന്നെ ഗവൺമെന്റുകളുടെ തീരുമാനങ്ങളും നയങ്ങളും അവരുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണമാണ് എന്നും അദ്ദേഹം പറയുന്നു. അദ്ദേഹം വേറൊരു കാര്യം പറഞ്ഞു, വെബ്സ്റ്റർ നാലാമത് കാര്യം പറഞ്ഞു, ഇറ്റ് ഈസ് വെരി എസെൻഷ്യൽ ഫോർ എസ്റ്റിമേറ്റിംഗ് ദ ഇൻഫ്ലുവൻസ് ഓഫ് ഇന്റർനാഷണൽ ഏജൻസീസ്. ഉദാഹരണത്തിന് ഇന്റർനാഷണൽ ഏജൻസികൾ, ഐക്യരാഷ്ട്രസഭ, അങ്ങനെയുള്ള ഏജൻസികളുടെ ഇൻഫ്ലുവൻസ്, അതും എന്ത് ചെയ്യുന്നു, നമ്മളെ അനലൈസ് ചെയ്യേണ്ട കാര്യമാണ് എന്ന് അദ്ദേഹം പറയുന്നു, വെബ്സ്റ്റർ പറയുന്നു. അതുപോലെ തന്നെ എ മാപ്പ് ഷോയിങ് ദ ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് വേൾഡ് ഡിവിഷൻസ്, വെബ്സ്റ്റർ 1990. അദ്ദേഹം വെബ്സ്റ്റർ ഒരു മാപ്പ് കാണിച്ചിട്ടുണ്ട്, ഫസ്റ്റ് വേൾഡും സെക്കൻഡ് വേൾഡും തേർഡ് വേൾഡും തമ്മിൽ. നോക്കുക, ഈ വര കണ്ടോ? ഈ വര കാണുന്നതിന്റെ മുകളിൽ